അറിയത്തില്ലല്ലോ. ഇതിന് ഞാൻ ഫസ്റ്റ് ഇടും, കണ്ടോ? ഇത് തന്നെ ഫസ്റ്റ് ഇടും. അതെ അതെ. ഹായ് ഫ്രണ്ട്സ്, ആർജി വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റേച്ചൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആലപ്പുഴയിലുള്ള ഹരിപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് ഞങ്ങളുടെ അങ്കിളുടെ വീട് ഇവിടെയുണ്ട്. അപ്പോൾ അതായിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പോൾ അങ്കിളുടെ ഒരു സ്പെഷ്യൽ കപ്സയുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം എങ്ങനെയുണ്ട് എന്നുള്ളത്. അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കാണിച്ചു തരാവേ. കണ്ടോ, ഇത് ഫുള്ള് ഷെൽഫിൽ അങ്കിളിന് 2 പെൺകുട്ടികളാണുള്ളത്. അപ്പോൾ അവർ മേടിച്ചിട്ടുള്ള ട്രോഫികളും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് അടുക്കി എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതൊക്കെ ഇവിടുത്തെ 2 പെൺകുട്ടികൾക്ക് കിട്ടിയതാണ്. അവരുടെ പേര് മിന്നും പൊന്നും എന്നാണ് കേട്ടോ. ഞങ്ങൾ വിളിക്കുന്ന അങ്ങനെയാണ്, മിന്നും പൊന്നും എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇത് ഈ ട്രോഫികളൊക്കെ കഴിഞ്ഞ് നമുക്ക് നേരെ അടുക്കളയ്ക്ക് പോവാം. അങ്കിളിൻ്റെ സ്പെഷ്യൽ ഐറ്റമായ കപ്സ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണണ്ടേ. അപ്പോൾ ഇത് നമുക്ക് നേരെ അടുക്കളയ്ക്ക് പോവാം. അപ്പോൾ ഇത് ആദ്യമേ തന്നെ ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി അരിഞ്ഞ് ചേർക്കാം. അതുപോലെ തന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി, ഓയിലാണ് കേട്ടോ ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് കുറച്ച് പട്ട ഇടുന്നുണ്ട്. ഈ പട്ട അങ്കിളുടെ ഒരു കൂട്ടുകാരൻ കൊണ്ടു കൊടുത്താണ്. നല്ല ഫ്രഷ് പട്ടയാണ്. അത് ഈ വെളിച്ചെണ്ണയിലേക്ക് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ.
അതിലേക്ക് ഒരു 10 ഗ്രാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5-8 പിന്നെ ഏലക്കയും കൂടെ ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 3 സവാള ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞതും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനാണ് അങ്കിള് പറഞ്ഞത്. കപ്സ പിന്നെ കഴിക്കാവുന്ന ആഗ്രഹം പെട്ടെന്ന് തോന്നുന്നവർക്കൊക്കെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ പിന്നെ സവാളയൊക്കെ ഒന്ന് ഇതാക്കിയതിന് ശേഷം ഇളക്കിയൊക്കെ കൊടുത്തതിന് ശേഷം ഇതിലേക്ക് പിന്നെ ക്യാരറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് ക്യാരറ്റ് ഇട്ട് കൊടുത്തത്. അതും ഇതുപോലെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാട് വലുതാവരുത്, എന്നാൽ ഒരുപാട് ചെറുതാവരുത്. നമ്മുടെ ചോറിനകത്തൊക്കെ ഇടുമ്പോൾ വെന്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇച്ചിരി വലുപ്പത്തിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഒരുപാട് ഉടഞ്ഞു പോകരുത്. ഇതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മളിവിടെ 5 ഗ്ലാസ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിതിൽ സെയിം ഗ്ലാസ്സിന് തന്നെ 12 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ നേരത്തെ കാണിച്ച കപ്സ മസാലപ്പൊടിയില്ലേ, അതൊരു 1.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. അതായത് മസാല എല്ലാത്തിലൊന്നും പിടിക്കണ്ടേ. അപ്പോൾ ഇത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ ചിക്കനിൽ മാത്രമാണ് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇത് ചോറിനിലേക്കും കൂടെ ഉപ്പാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 5-8 ഉണ്ടമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഒരു നാരങ്ങ പിഴിഞ്ഞതിൻ്റെ നീരും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അത് ചോറ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് വെള്ളം തിളയ്ക്കണം. ഇച്ചിരി നേരം ഒന്ന് അടച്ചു വെക്കണം. വെള്ളം തിളച്ചാൽ മാത്രം പോരാ, ചിക്കൻ നമ്മൾ പകുതി വേവും കൂടെ ആവണം. എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ റൈസ് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതേ ഒന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പം പിന്നെ കുറച്ച് നേരം കൂടെ വെച്ചു. ഇനിയിപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ചിക്കനൊക്കെ ഒന്ന് ആയോ എന്നുള്ളത് നോക്കുകയാണ്. പകുതി വെന്തോ എന്നുള്ളത് നോക്കുകയാണ്. റൈസ് ആഗോളം വെയിറ്റ് ചെയ്യാം.
അപ്പോൾ നിങ്ങൾ റൈസ് ഇങ്ങനെ ഇതുപോലെ വെച്ചിട്ട് പോകരുത്, ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം എന്തായി എന്നുള്ളത്. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് തുറന്ന് ഞങ്ങൾ നോക്കിയപ്പോഴേക്കും ഇച്ചിരിയും കൂടെ ഒന്ന് വെള്ളം വറ്റാനുണ്ട്. അപ്പോൾ അത് പകുതി മുക്കാൽ വേവായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഇച്ചിരി നേരം കൂടെ നമുക്ക് അടച്ചു വെക്കാം വെള്ളം ഒന്ന് വറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മുടെ അടിപൊളിയായിട്ടുള്ള കപ്സ് ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം കപ്സ് ഉണ്ടാക്കാൻ അറിയാത്തവർ എന്തായാലും ഇത് കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുക. ഇവിടെ നല്ല മഴയാണ്. അപ്പോൾ ഈ നല്ല മഴയുടെ കൂടെ അടിപൊളിയായിട്ടുള്ള ചൂട് കപ്സയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അതും അങ്കിളുടെ സ്പെഷ്യലായിട്ടുള്ള പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരും വരേക്കും ബൈ, താങ്ക് യു.